വീണ്ടും ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ജീവനക്കാർക്ക് ഇനി മുതൽ 1-ാം തീയതി തന്നെ ശമ്പളം. തീരുമാനം നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഇടപെടലിനെ തുടർന്നെന്ന് KB ഗണേഷ് കുമാർ. KSRTC ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും ഗതാഗത മന്ത്രി. രാജസ്ഥാനിൽ പോലീസിന്റെ കണ്ണില്ലാത്ത ക്രൂരതയ്ക്കിരയായി 1.5 മാസം പ്രായമുള്ള പെൺകുട്ടി. പോലീസിന്റെ ചവിട്ടേറ്റ് പിഞ്ചുകുഞ്ഞ് അലിസബയ്ക്ക് ദാരുണാന്ത്യം. BJP ഭരണത്തിന് കീഴിൽ നടക്കുന്നത് പ്രാകൃത നടപടിയെന്ന് ബൃന്ദാക്കാരൻ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. അന്തിമാനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. അന്തിമ ഉത്തരവ് ഉടനിറങ്ങുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അറിയിച്ചു. ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ CPIMന്റെ ഉപരോധ സമരം. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുൻപിൽ നടന്ന ഉപരോധ സമരം CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ. അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട 10ാം ക്ലാസ്സുകാരനാണ് പിടിയിലായത്. കൂടുതൽ വിദ്യാർത്ഥികളുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നു. സർക്കാരിലും പോലീസിലും പൂർണ്ണ വിശ്വാസമെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ജയിലിലേക്ക് മാറ്റി. പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് അഫാനെ മാറ്റിയത്. നിലവിൽ 3 കേസുകളിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെട്ടു. യുവാക്കൾക്കിടയിൽ വ്യാപകമാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണം സിനിമകളല്ലെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. ഉത്തരവാദിത്തപ്പെട്ടവർ സിനിമയ്ക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും സംഘടന പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ലഹരി വ്യാപനം തടയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ സിനിമയെ പഴിചാരുന്നുവെന്നും സംഘടന കുറ്റപ്പെടുത്തി. മൂന്നാം പിണറായി സർക്കാർ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തുടർ ഭരണത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത് ജനങ്ങൾക്കിടയിലെന്നും KN ബാലഗോപാൽ. കേരളത്തിൽ തുടർച്ചയായ 3-ാം തവണയും LDF അധികാരത്തിൽ വരുമെന്ന കനകോലു റിപ്പോർട്ടിൽ ഞെട്ടി കോൺഗ്രസ്. 2026-ൽ പ്രതീക്ഷ വേണ്ടെന്നും കോൺഗ്രസ് അധപ്പതിച്ചുവെന്നും കനകോലുവിന്റെ ആഭ്യന്തര സർവേ. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമെന്നും ആരോഗ്യമന്ത്രി. കേന്ദ്രം 100 കോടി കുടിശ്ശിക വരുത്തിയിട്ടും സംസ്ഥാനം മുടങ്ങാതെ ഇൻസെന്റീവ് നൽകുന്നുവെന്നും വീണ ജോർജ്. SUCAയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മാറിയെന്നും വീണ ജോർജ്. ആശാവർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമെന്ന് മന്ത്രി വീണ ജോർജ്. 7000 രൂപയാണ് കേരളം നൽകുന്നത്. കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് 3000 രൂപ. 13000 രൂപ ഒരാശയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ 9400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണെന്നും മന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ ഖനൽ ഖനന നീക്കത്തിനെതിരെ ശക്തമായ പ്രതിരോധവുമായി സർക്കാർ. മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചു. വ്യവസായ രംഗത്തെ വളർച്ചയുടെ ക്രെഡിറ്റ് നിയമസഭയ്ക്കെന്ന് മന്ത്രി P രാജീവ്. 26 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധിമാർ ആഗോള നിക്ഷേപക സംഗമത്തിൽ പങ്കെടുത്തു. ഉള്ളടക്കം കൊണ്ടും തയ്യാറെടുപ്പ് കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപക സംഘമായി ഇത് മാറിയെന്നും മന്ത്രി.
ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ദൃശ്യത്തിലുള്ളത് പ്രതി സച്ചിൻ എന്ന് സ്ഥിരീകരിച്ച് പോലീസ്. ആരോപണങ്ങളിൽ മറുപടിയില്ലാതെ ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വം. CPIM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊടിയേറും. പതാക ദീപശിഖ ജാഥകൾക്ക് ഉജ്ജ്വല വരവേൽപ്പ്. പതാക ജാഥ പര്യടനം കോട്ടയം ജില്ലയിലും ദീപശിഖ ജാഥ കൊല്ലം ജില്ലയിലും. VD സതീശനെ പരിഹസിച്ച് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണന്റേതാണ് പരിഹാസം. മനോരമ നോക്കിയാണ് VD സതീശൻ വിഷയം നിശ്ചയിക്കുന്നത് എന്ന ആക്ഷേപം ഉൾക്കൊള്ളുന്നതാണ് പോസ്റ്റർ. പാതിവില തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അനന്തു കൃഷ്ണനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. ജില്ലയിലെ കേസുകളെക്കുറിച്ച് അന്വേഷിക്കാനും തെളിവുകൾ സ്വീകരിക്കാനുമാണ് കസ്റ്റഡിയിൽ വാങ്ങുക. ജില്ലയിൽ മാത്രം 20 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമിക വിവരം. പാലക്കാട് നാട്ടുകാരെയും പോലീസിനെയും BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. അഴുക്കുചാൽ നിർമ്മാണത്തിനായി നീക്കിയ മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തട്ടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. പത്തനംതിട്ട ഓമല്ലൂരിൽ ക്ഷേത്ര ജീവനക്കാരനെതിരെ RSS പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമമെന്ന് പരാതി. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ജീവനക്കാരൻ M രഞ്ജിത്തിനെതിരെയാണ് കയ്യേറ്റ ശ്രമം നടത്തിയത്. സംഭവത്തിൽ M രഞ്ജിത്ത് പത്തനംതിട്ട DYSPക്ക് പരാതി നൽകി. പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവായ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും കസ്റ്റഡിയിൽ. സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ES രാജനെയും സെക്രട്ടറി രവികുമാറിനെയുമാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ 100 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. ശശി തരൂർ നിലപാടിൽ. കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് 89 ഗ്രാം MDMA പിടികൂടി. കോഴിക്കോട് ഡാൻസ് ഓഫ് ടീമും കസബ പോലീസും ചേർന്നാണ് MDMA പിടികൂടി. കൈക്കൂലി വാങ്ങുന്നതിനിടെ എറണാകുളം സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാരി വിജിലൻസ് പിടിയിൽ. ഓഫീസ് അസിസ്റ്റന്റ് ശ്രീജയാണ് പിടിയിലായത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ശ്രീകണ്ഠപുരത്ത് ട്രാവലർ കത്തി നശിച്ചു. ശ്രീകണ്ഠാപുരം കോട്ടൂർ പാലത്തിന് സമീപത്തെ പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ട ട്രാവലറാണ് കത്തി നശിച്ചത്. സമീപത്ത് മറ്റു വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി. അതിരപ്പള്ളിയിലെ ഗണപതി എന്ന കാട്ടുകൊമ്പന് കാലിൽ പരിക്കേറ്റതായി സംശയം. മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടിവെക്കുന്ന ഘട്ടത്തിൽ താങ്ങായി നിന്ന ആനയാണ് ഗണപതി. ആനയെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പെരുന്നള്ളൂർ പഞ്ചായത്തിൽ ഭീഷണിയായി വീണ്ടും മഞ്ഞപ്പിത്തം. 27 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ മാസം 44 പേർക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിരുന്നു. ലഹരി വിൽപ്പനയ്ക്കെതിരെ സംസ്ഥാനത്തുടനീളം പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിൽ പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് 60ഓളം കേസുകൾ. കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, വിൽപ്പന എന്നിവ കണ്ടെത്തിയത് സംബന്ധിച്ചാണ് കേസ്. സിനിമയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് നടി സഞ്ജന ഗൽറാണിയെ കർണാടക ഹൈക്കോടതി ഒഴിവാക്കി. സഞ്ജനയ്ക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് പ്രത്യേക FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയ കോടതി നിയമ നടപടികൾ മരവിപ്പിച്ചിരുന്നു. സമൂഹമാധ്യമ ഉള്ളടക്കം നീക്കം ചെയ്യും മുമ്പ് അക്കൗണ്ട് ഉടമയെ അറിയിച്ചിരിക്കണമെന്ന് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. IT ചട്ടത്തിലെ ഉള്ളടക്കം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം.
കവിത പ്രചരിപ്പിച്ചെന്ന പേരിൽ കോൺഗ്രസ് എംപിക്കെതിരെ കേസെടുത്ത ഗുജറാത്ത് പോലീസിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. കേസെടുക്കുമ്പോൾ പോലീസ് കവിത വായിച്ച് അർത്ഥം മനസ്സിലാക്കണമായിരുന്നെന്ന് ജഡ്ജിമാരായ അഭയ് സോക്കെ, ഉജ്ജ്വൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച്. ഭുവനേശ്വരിൽ രോഗം ഭേദമാകാനെന്ന പേരിൽ കുഞ്ഞിനോട് ക്രൂരത കാട്ടി മാതാപിതാക്കൾ. 1 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ദേഹത്ത് മാതാപിതാക്കൾ 40 തവണ ഇരുമ്പുവടി ചൂടാക്കി വെച്ചു. കുഞ്ഞ് അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ. നടി രശ്മിക മന്ദാന കന്നഡയെ അപമാനിച്ചെന്നും അവരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും കോൺഗ്രസ് MLA. മാണ്ഡ്യ നിയമസഭാ മണ്ഡലത്തിലെ MLA ആയ രവികുമാർ ഗൌഡയാണ് രശ്മികയ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് നടൻ ശിവാജി ഗണേശന്റെ വീടായ അണ്ണൈ ഇല്ലത്തിന്റെ ഒരു ഭാഗം കണ്ടുകെട്ടാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. ശിവാജിയുടെ കൊച്ചുമകൻ ദുഷ്യന്ത് രാംകുമാറും ഭാര്യ അഭിരാമിയും പ്രതിയായ കേസിലാണ് നടപടി. മുൻ DGP ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ അഴിമതി കേസ് അന്വേഷണത്തിൽ നെതർലാൻഡ് സർക്കാരും കേന്ദ്ര സർക്കാരും സഹകരിക്കുന്നുണ്ടെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ. ജേക്കബ് തോമസിനൊപ്പം ആരോപണ വിധേയമായ ഡച്ച് കമ്പനി ഉദ്യോഗസ്ഥരെ കേരള പോലീസ് ചോദ്യം ചെയ്യുമെന്നും അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ്. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായവും മരവിപ്പിച്ച അമേരിക്ക. ട്രംപ് സെലൻസ്കി തർക്കത്തിന് പിന്നാലെയാണ് നിർണായക തീരുമാനം. ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ അമേരിക്ക യുക്രൈന് സാമ്പത്തിക ആയുധ സഹായം നൽകില്ല. ട്രംപ് രണ്ടാമതും അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ഓസ്കാർ വേദി രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. കുടിയേറ്റക്കാർക്കെതിരായ നിലപാടിനെ വിമർശിക്കാനും യുക്രൈനെ പിന്തുണയ്ക്കാനും പുരസ്കാരവേദി ഉപയോഗിച്ചതായി റിപ്പോർട്ട്. വടക്കൻ ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ കുത്തേറ്റ് 70കാരൻ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളുടെ രേഖകൾ സൂക്ഷിച്ചു വെക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യോപദേശകനായ മുഹമ്മദ് യൂനിസ്. കൃത്യമായ രേഖകളില്ലെങ്കിൽ സത്യം പുറംലോകമറിയാതെ പോകുകയും നീതി ഉറപ്പാക്കാൻ കഴിയാതെ വരുമെന്നും മുഹമ്മദ് യൂനിസ്. ആഭ്യന്തര സംഘർഷവും പട്ടിണിയും കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയം തേടുന്നവരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. യൂറോപ്യൻ യൂണിയന്റെ അഭയാർത്ഥികൾക്കു വേണ്ടിയുള്ള ഏജൻസിയാണ് ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിട്ടത്. ഉപരോധം കടുപ്പിക്കുന്നതിനു പുറമെ ബന്ദികളെ നിശ്ചിത ദിവസത്തിനുള്ളിൽ കൈമാറിയില്ലെങ്കിൽ ഗാസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ. അതിർത്തികൾ മുഖേന ഗസയിലേക്കുള്ള മുഴുവൻ സഹായ വിതരണവും വിലക്കിയതിനു പുറമെ വെള്ളവും വൈദ്യുതിയും തടയാനും ബെഞ്ചമിൻ നെതന്യാഹുവിന് പദ്ധതിയുള്ളതായി റിപ്പോർട്ട്. യുക്രൈനിലെ ധാതു വിഭവങ്ങൾ സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ ഒപ്പിടാൻ താൻ തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. വാഷിംഗ്ടണിൽ നിന്ന് മടങ്ങിയത് ഒരു കരാറുമില്ലാതെയാണെന്നും സെലൻസ്കി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 5 മലയാളികൾക്ക് ജയം. മലയാളികളായ ബാബു രാജേന്ദ്രൻ, മറിയം ചെറിയാൻ, KM ഷക്കീൽ, PB വിനോദ് നായർ, സന്തോഷ് കുമാർ എന്നിവരാണ് വിജയിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് ആനിമേഷൻ ആൻഡ് ലൈവ് ആക്ഷൻ 3D ചിത്രം തിയേറ്ററിലേക്ക്. ആഷിഖ് അബുവിന്റെ ഛായാഗ്രാഹണത്തിൽ ഒരുങ്ങുന്ന ചിത്രം ഏപ്രിൽ 4-ന് തിയേറ്ററുകളിലെത്തും. ബേസിൽ ജോസഫ് പ്രധാന വേഷത്തിലെത്തുന്ന മരണമാസ് വിഷു റിലീസിന് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. നവാഗതനായ ശിവപ്രസാദാണ് ചിത്രം സംവിധാനം ചെയ്തത്.
സോഹൻ റോയി സംവിധാനം ചെയ്ത ഡാം 999 എന്ന ചിത്രം വീണ്ടും പ്രേക്ഷകരിലേക്ക്. ചിത്രത്തിന്റെ റീ റിലീസിന് മുന്നോടിയായി തിരുവനന്തപുരം ഏരിയസ് ഫ്ലക്സിൽ റെഡ് കാർപ്പറ്റ് സ്ക്രീനിംഗ് നടന്നു. മാർക്കോയ്ക്ക് ശേഷം നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന പുതിയ സിനിമയുടെ പോസ്റ്റർ പുറത്ത്. കാട്ടാളൻ എന്നാണ് ചിത്രത്തിന്റെ പേരിട്ടിരിക്കുന്നത്. ഷെരീഫ് മുഹമ്മദ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. നടി ഭാവന നിർമ്മാതാവാകുന്നു. നവാഗതനായ റിയാസ് മാരത്ത് രചനയും സംവിധാനവും നിർവഹിക്കുന്ന അനോമി ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. സത്യൻ അന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന് ശേഷം മോഹൻലാൽ ദൃശ്യത്തിന്റെ 3ാം ഭാഗത്തിൽ അഭിനയിക്കാനൊരുങ്ങുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ. ഡ്രാഗൺ റിലീസ് ചെയ്തത് 10 ദിവസത്തിനകം 100 കോടി ക്ലബിൽ. മാരിമുത്തുവിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം ആദ്യ ദിനം മുതൽ ഗംഭീര പ്രേക്ഷക നിരൂപക പ്രതികരണമാണ് സ്വന്തമാക്കിയത്. അജിത് കുമാർ നായകനായ വിടാമുയർച്ചി OTT-യിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ട്രെൻഡിങ്ങിൽ 1ാം പട്ടികയിൽ എത്തി. ഇന്ത്യയിൽ കാർ വിൽപ്പനയിൽ 2ാമതായി മഹീന്ദ്ര. ടാറ്റയുടെ 3ാം സ്ഥാനത്തിനും ഹ്യുണ്ടായിയുടെ 2ാം സ്ഥാനത്തിനായും മത്സരം തുടരുന്നു. ബഹിരാകാശ മേഖലയിലെ മുന്നേറ്റത്തിന് സ്പേസ് ധാരണാപത്രം ഒപ്പിട്ടു. വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള സ്പേസ് പാർക്കും അനന്ത് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ ധാരണയായി. ആദ്യ ട്രിപ്പിൾ റിയർ ക്യാമറയുമായി നത്തിങ് ഫോൺ 3A വിപണിയിലേക്ക്. ഇതാദ്യമായാണ് നത്തിങ് ഫോണുകളിൽ ട്രിപ്പിൾ റിയർ ക്യാമറ അവതരിപ്പിക്കുന്നത്. 2 മോഡലുകളിലാണ് ഇത് വിപണിയിലെത്തുന്നത്. M4 മാക്ബുക്ക് ഉടൻ വിപണിയിലേക്ക്. M4ന്റെ പ്രധാന ആകർഷണം M4 ചിപ്പാണ്. അസാധാരണ പ്രകടനവും ക്ഷമതയും കമ്പനി ഉറപ്പാക്കുന്നുണ്ട്. ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സക്കർബർഗിന്റെ ഹൂഡി ലേലത്തിൽ വിറ്റുപോയത് $15,000. സക്കർബർഗ് ഉപയോഗിച്ച ഹൂഡിയിൽ സ്വന്തം കൈപ്പടയിൽ കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഫെമാറ്റ് ചട്ടലംഘന ആരോപണം. പേടിഎമ്മിന് നോട്ടീസ് അയച്ച് ED. 611 കോടി രൂപയുടെ ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് നോട്ടീസ്. പുതിയ AI അധിഷ്ഠിത സംവിധാനവുമായി ഗൂഗിൾ. തർജ്ജിമ ചെയ്ത വിഷയത്തിൽ തുടർന്ന് മാറ്റങ്ങൾ വരുത്താനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഈ ഫീച്ചർ ഉപയോഗപ്പെടുത്താനാകും. വിവോ T4X 5G ഇന്ത്യയിലേക്ക്. mAh ബാറ്ററിയും ഡുവൽ റിയർ ക്യാമറകളും സഹിതം വരുന്ന ഫോൺ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകും. ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം തുടരുന്നു. 3 മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇന്ത്യ സെമിയിലെത്തിയത്. ചരിത്രത്തിലാദ്യമായി രഞ്ജി ക്രിക്കറ്റ് ഫൈനലിലെത്തിയ കേരള ക്രിക്കറ്റ് ടീമിന് തലസ്ഥാനത്ത് ഉജ്ജ്വല സ്വീകരണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ടീം അംഗങ്ങൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൻ വരവേൽപ്പാണ് നൽകിയത്. വിമാനത്താവളത്തിൽ നിന്ന് KC ആസ്ഥാനത്തും ഊഷ്മള സ്വീകരണം നൽകി. ഐ ലീഗിൽ ഗോകുലം കേരളയ്ക്ക് തോൽവി. മത്സരത്തിൽ ഷില്ലോങ് ലജോങ് എഫ്സിയോടായിരുന്നു ഗോകുലത്തിന്റെ തോൽവി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.